നമ്മുടെ ഇന്ത്യ വളരെ തന്ത്രപരമായി പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് ദുബായിൽ നമ്മുടെ മലയാളിയായ സഞ്ജു സാംസണിനെതിരെ ഓപ്പറേഷൻ സഞ്ജു എന്ന പോലെ വളരെ തന്ത്രപരമായി ഒരു പ്ലാൻ നടത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില നിർണായക വിവരങ്ങളാണ് സ്പോർട്സ് പിച്ചിന്റെ പ്രേക്ഷകർക്കായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സൂപ്പർ ഓവറിലെ നായകത്വം മുതൽ ബാറ്റിംഗ് ഓർഡറിലെ രാഷ്ട്രീയം വരെ ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. സംഘർഷഭരിതമായ ഡഗൌട്ടും ആരാധകരോഷവും ഇതിൽ പ്രതിപാദിക്കുന്നു. ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിൽ തകർത്തെറിഞ്ഞ് ഇന്ത്യ അപരാജിത കുതിപ്പ് ഫൈനലിലേക്ക് പൂർത്തിയാക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ നിറഞ്ഞത് ക്രിക്കറ്റ് ത്രില്ലറിനും അപ്പുറമുള്ള ഉൾപോരുകളുടെ നാടകീയ രംഗങ്ങളായിരുന്നു. വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഗ്രൗണ്ടിൽ ഹീറോയിസം കാണിക്കുമ്പോഴും ഡഗ്ഔട്ടിലെ ചിലർക്ക് അത് തീർത്തും അലോസരമായിരുന്നുവെന്ന ആരാധകരുടെ വാദം കൂടുതൽ അനുദിനം ശക്തിപ്പെട്ടിരിക്കുകയാണ്. സൂപ്പർ ഓവർ പരിശോധിച്ചാൽ സഞ്ജുവിന്റെ പോരാട്ടം വളരെ മികച്ചതായിരുന്നു. സൂപ്പർ ഓവറിൽ മാത്രമല്ല 202 റൺസ് വീതമെടുത്ത് ഇരു ടീമും പിരിയുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം സമനിലയിലായതിനെ തുടർന്ന് സൂപ്പർ ഓവറിലേക്ക് കളി നീണ്ടപ്പോൾ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ പന്തെറിയാനെത്തിയ അർഷദീപ് സിംഗ് ആദ്യ പന്തിൽ തന്നെ കുശാൽ പെരേരയെ വീഴ്ത്തി തന്റെ മികവ് കാട്ടി. കളിയുടെ മികച്ച നിമിഷം പിറന്നത് ഷനഗയെ ലക്ഷ്യമിട്ടുള്ള അർഷദീപിന്റെ പന്തുകളിലായിരുന്നു. ഷനഗ ബീറ്റണായതോടെ ബൈ റൺ ഓടാൻ ശ്രമിച്ചപ്പോഴാണ് വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിന്റെ മിന്നൽ നീക്കം സംഭവിച്ചത്. പന്ത് സ്വീകരിച്ച സഞ്ജു കൃത്യതയോടെ വിക്കറ്റ് തെറിപ്പിച്ച് ഷനഗയെ റണ്ണൌട്ട് ആക്കിയതോടെ ലങ്കൻ ഇന്നിങ്സ് അവസാനിച്ചെന്ന് വരെ എല്ലാവരും കരുതി. അതിനുശേഷമാണ് നാടകീയമായ വഴിത്തിരിവ്. റണ്ണൌട്ട് വിധിക്കാനുള്ള ദൃശ്യം സ്ക്രീനിൽ തെളിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ക്യാമ്പിലെ നെഞ്ചെടുപ്പ് കൂട്ടിയ ആ വിധി വരുന്നത്. ഷനഗ നോട്ട് ഔട്ട്. കാരണം വളരെ ലളിതമാണ്. സഞ്ജു പന്ത് എറിയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അർഷദീപിന്റെ അപ്പീലിൽ പ്രധാന അമ്പയർ ഔട്ട് വിധിച്ചിരുന്നു. അതോടെ ആ പന്ത് നിയമപ്രകാരം ഡെഡ് ബോൾ ആയി മാറുകയായിരുന്നു. സഞ്ജുവിന്റെ അവിശ്വസനീയമായ പോരാട്ട വീര്യം നിയമത്തിന്റെ നൂലിഴയിൽ അസാധുവാകുന്ന കാഴ്ച. എങ്കിലും വീണു കിട്ടിയ അവസരം മുതലെടുക്കാൻ ഷനഗയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. കാരണം അടുത്ത പന്തിൽ തന്നെ താരം പുറത്താവുകയും ലങ്ക വെറും 3 റൺസ് വിജയലക്ഷ്യം വെക്കുകയും ചെയ്തു. ഇന്ത്യ വെറും ഒരു ബോളിൽ അത് അടിച്ചെടുത്തു. ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ 23 പന്തിൽ 39 റൺസ് നേടി പുറത്തായെങ്കിൽ പോലും നമ്മുടെ സഞ്ജു സാംസൺ ഒരു മികച്ച താരമായി തന്നെ ആ മത്സരത്തിൽ നിലകൊള്ളുകയാണ്. പക്ഷേ എന്നിട്ടും സഞ്ജുവിന് സമ്മർദ്ദമേറുകയാണ്. ഫൈനലിൽ സഞ്ജു കളിക്കുമോ, ഏത് പൊസിഷനിൽ കളിക്കും, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. സഞ്ജു സാംസൺ നേരിടുന്ന ഏറ്റവും കടുത്ത സമ്മർദ്ദം ബാറ്റിംഗ് ഓർഡറിലെ അസ്ഥിരതയും അതുപോലെ തന്നെ കളിക്കാർക്കിടയിൽ നിന്നും കോച്ചിന്റെ ഇടയിൽ നിന്നും വരെ നേരിടുന്ന വിവേചനങ്ങളുമാണ്. പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റ് ആകാശ് ചോപ്ര അദ്ദേഹത്തിന്റെ വിശകലനത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഏഷ്യ കപ്പിൽ സഞ്ജുവിനെ സ്ഥിരമായി ഒരു റോളിൽ ഉറപ്പിക്കാതെ നടത്തുന്ന പരീക്ഷണങ്ങൾക്കെതിരെ ആരാധകർ ഉന്നയിച്ച വിമർശനങ്ങളെ സാധൂകരിക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് ഹസരംഗ എന്ന ബോളറെ സഞ്ജു സാംസൺ നേരിട്ട രീതിയിൽ തന്നെ മാറ്റം വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സഞ്ജുവിന്റെ ഇന്നത്തെ ഇന്നിങ്സിൽ ഏറ്റവും ശ്രദ്ധേയമായത് വനിന്ദു ഹസരംഗയുടെ സ്പിൻ കൈകാര്യം ചെയ്ത രീതിയാണെന്ന് ചോപ്ര നിരീക്ഷിക്കുന്നു. നേരത്തെ സഞ്ജുവിനെതിരെ ഹസരംഗയ്ക്ക് പലപ്പോഴും മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സഞ്ജു പൂർണ്ണമായും നിയന്ത്രണത്തിലായിരുന്നു. എ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് വേണം പറയാൻ. പന്തിനെ കൃത്യമായി കയ്യിൽ നിന്ന് വായിച്ചെടുത്താണ് സഞ്ജു സാംസൺ കളിച്ചത്. ഹസരംഗയുടെ ഗൂഗിളി വന്നപ്പോൾ പോലും ക്രീസിൽ നിന്ന് ഇറങ്ങുകയോ അല്ലെങ്കിൽ ബാക്ക് ഫുട്ടിൽ പോയി പന്ത് തട്ടിയിടുകയോ ചെയ്ത സഞ്ജുവിന്റെ സമീപനം വളരെ മികച്ചതായിരുന്നുവെന്ന് ചോപ്ര വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ മേലുള്ള സമ്മർദ്ദത്തിന്റെ വാൾ കൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. സഞ്ജുവിന് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം വളരെ വലുതാണെന്ന് ചോപ്രയും സഹ വിശകലന വിദഗ്ധനും തുറന്നു പറയുന്നു. സഞ്ജു കളിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തല്ല എന്നോർക്കണം. സ്ഥിരതയില്ലാത്ത ഈ ബാറ്റിംഗ് ഓർഡർ താരത്തെ നല്ലവണ്ണം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. 5-ാം നമ്പറിൽ സഞ്ജു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററാണെന്ന് മുൻപ് റിയാൻ ടെൻ ഡെസ്കേറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഈ ടൂർണമെന്റിൽ വല്ലപ്പോഴും മാത്രമാണ് സഞ്ജുവിന് ആ സ്ഥാനത്ത് കളിക്കാൻ അവസരം ലഭിക്കുന്നത് പോലും. മുൻ മത്സരത്തിൽ 8-ാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തപ്പെടുക വരെ ചെയ്തു എന്നോർക്കണം.
ഹീറോ റോൾ മാത്രമല്ല, വില്ലൻ റോളിലേക്കും ജോക്കർ റോളിലേക്കും വരെ പോകുമെന്ന് പറയുന്ന സഞ്ജുവിൻ്റെ ഒരു ഒറ്റപ്പെട്ട പോരാട്ടം തന്നെ ഏഷ്യ കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് ഓരോ അവസരവും വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ ഒരു വർഷം T20 ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും സഞ്ജുവിന് ഈ ഒരു സമ്മർദ്ദ സാഹചര്യത്തിൽ കളിക്കേണ്ടി വരുന്നത് പോലും ശരിയല്ല എന്നോർക്കണം. താൻ പല റോളുകളും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് സഞ്ജു തൻ്റെ മുമ്പത്തെ അഭിമുഖത്തിൽ സാർക്കസ്റ്റിക്കായി പറഞ്ഞതിനെ അനലിസ്റ്റ് എടുത്തു പറയുന്നുണ്ട്. ചോപ്ര ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഗൗതം ഗംഭീർ കാണുന്നത് പോലെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയല്ല എന്നോർക്കണം. ഇന്ന് സഞ്ജു പന്തിനെ അമിതമായി അടിച്ചു പറത്താൻ ശ്രമിച്ചില്ല എന്നതാണ് ഇന്നിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും ചോപ്ര പറയുന്നു. നേരായ ഷോട്ടുകളാണ് താരം കളിച്ചത്. എന്നാൽ ആകെ അമിതമായി സിക്സറിന് ശ്രമിക്കുകയും ഒടുവിൽ പുറത്താവുകയും ചെയ്തത് അദ്ദേഹം ഔട്ടായ ആ പന്തിൽ മാത്രമായിരുന്നു. അത് ശരിയാണ്. സഞ്ജു ഹിറ്റ് ചെയ്ത് മാത്രം കളിക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റിപ്പോകുന്ന അമളികളാണത്. പക്ഷേ അങ്ങനെ ഒരു അവസരത്തിൽ അങ്ങനെ അടിച്ചു കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു. ചുരുക്കത്തിൽ സഞ്ജുവിൻ്റെ പ്രകടനം മികച്ചതായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സ്ഥിരമായി ഒരു റോളിൽ ഉറപ്പിക്കാതെ നടത്തുന്ന ഈ ഒതുക്കൽ തന്ത്രം കളിക്കാരൻ എന്ന നിലയിൽ സഞ്ജുവിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോപ്രയുടെ വിശകലനം വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഫൈനലിൽ ആർക്കായിരിക്കും ജയം? സഞ്ജുവിന് ഫൈനലിൽ അവസരം ലഭിക്കുമോ അതോ തഴയുമോ? ഒരു കൂട്ടം താരങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയം കാരണമാണ് സഞ്ജുവിനെതിരെ ഈ അപ്രഖ്യാപിത നീക്കം നടക്കുന്നതെന്ന് ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. ഫൈനലിന് മുന്നോടിയായി റൌഫിനും സൂര്യകുമാർ യാദവിനും പിഴശിക്ഷ ലഭിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ വിവാദമായി പുറത്തു വരുമ്പോൾ അതിനേക്കാൾ വലിയ ഡഗ്ഔട്ട് പേരാണ് ടീമിനുള്ളിൽ അരങ്ങേറുന്നത്. മികച്ച ഫോമിലുള്ള മലയാളി താരത്തെ ഫൈനലിൽ പാകിസ്ഥാനെതിരെ പുറത്തിരുത്താനുള്ള ഏത് നീക്കവും ആരാധകരോഷം ആളിക്കത്തിക്കും എന്നുറപ്പാണ്. ഡഗ്ഔട്ടിൽ കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അരങ്ങേറിയാൽ അവിടെ സഞ്ജുവിന് സ്ഥാനമുണ്ടോ എന്നതാണ് എല്ലാവരുടെയും സംശയം. എന്തുകൊണ്ടോ ഗൗതം ഗംഭീറിന് സഞ്ജുവിനോട് എന്തോ താല്പര്യക്കുറവുള്ളതുപോലെ കഴിഞ്ഞ മത്സരങ്ങൾ കാണിച്ചിരുന്നു. ഡഗ്ഔട്ടിൽ സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് പോലും വളരെ അസ്വസ്ഥനായാണ് ഗംഭീർ കാണപ്പെടുന്നത്. പക്ഷേ മറ്റു താരങ്ങളുടെ കളി വരുമ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ എന്നോർക്കണം. അതുകൊണ്ട് ഡഗ്ഔട്ടിലെ അണിയറ നീക്കങ്ങളോ സഞ്ജുവിൻ്റെ പോരാട്ട വീര്യമോ ഏതായിരിക്കും ഫൈനലിൽ സംഭവിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകവും സഞ്ജുവിൻ്റെ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയിക്കുന്നത് കാണാനും സഞ്ജുവിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് കാണാനും. സഞ്ജു ഒരു സെഞ്ചുറി തന്നെ അടിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാം കാത്തിരുന്ന് കാണാം.